എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെന്താക്കി? ഉമ്മാനെ ഗർഭപാത്രത്തേക്ക് നിക്ഷേപിച്ചു. പിന്നീട് എന്താക്കി? അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ശുക്ലത്തുള്ളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 40 ദിവസം കൊണ്ട് രക്തക്കെട്ടാക്കി മാറ്റി, അള്ളാഹ്ക്കി മാറ്റി. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല 40 ദിവസം കൊണ്ട് അതിനെ മാംസകഷ്ണാക്കി മാറ്റി. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ 40 ദിവസം കൊണ്ട് കണ്ണ്, കൈ, മൂക്ക്, ചെവി എല്ലാം ഫിറ്റ് ചെയ്തു. 4 മാസം 40 ദിവസം കൊണ്ട് ഈ മണ്ണിൽ നിന്നുണ്ടായ ഈ അവസ്ഥയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മാനെ ഗർഭപാത്രത്തിൽ വെച്ചിട്ട് 40 ദിവസം കൊണ്ട് രക്തക്കട്ടയാക്കി മാറ്റി, 40 ദിവസം കൊണ്ട് മാംസകഷ്ണാക്കി മാറ്റി, 40 ദിവസം കൊണ്ട് അതിൻ്റെ കണ്ണ്, കൈ, മൂക്ക്, ചെവി മുഴുവൻ ഫിറ്റ് ചെയ്തു. ഇത് മുഴുവൻ മണ്ണിൽ നിന്നുണ്ടായതാണ്. അതായത് ഭൂമിയിൽ നിന്നുണ്ടായതാണ് നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത്. ഇത് ഉമ്മാന്റെ ഗർഭപാത്രം ഈ സമയത്താണ് നമ്മളെ സ്ത്രീകൾ സാധാരണ ഒമീറ്റ് ചെയ്യും അല്ലേ? നമുക്കൊക്കെ അറിയാം. അല്ലെങ്കിൽ എന്താ പറയുക, പുളി നാനൊക്കെ ആഗ്രഹം ഉണ്ടാവും. അത് ഈ സമയമാണ്, ഈ ഒരു 4 മാസമാണ്. ഈ 4 മാസം കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റൂഹിനിടും. അപ്പം ശരീരം എന്ന് പറയുന്നത് എവിടെ നിന്ന് ഉണ്ടാക്കിയതാണ്? ഭൂമിയിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതായത് ഹാർഡ്വെയർ. ഈ ഹാർഡ്വെയർ എന്ന് പറയുന്നത് എവിടെ നിന്ന് ഉണ്ടാക്കിയതാണ്? ഭൂമിയിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 4 മാസം ആയിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ 4-5 മാസം ആലമുൽ അർവാഹിൽ നിന്ന് റൂഹിനിടും. റൂഹ് എവിടെ നിന്നാണ് വരുന്നത്? ആലമുൽ അർവാഹ് അല്ലെങ്കിൽ ആകാശ ലോകത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ശരീരം എന്ന് പറയുന്നത് ഭൂമിയുമായി ബന്ധപ്പെട്ടാണ്. റൂഹ് എന്ന് പറയുന്നത് ആകാശ ലോകവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ശരീരവും ഈ ശരീരത്തിനുള്ളിലേക്ക് ഈ റൂഹ് അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതോട് കൂടിയാണ് ഇളക്കണ്ടായാൽ. നമുക്കറിയാം, സാധാരണ നമ്മളെ വീടുകളിൽ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഡോക്ടർമാർ ചോദിക്കാറുണ്ട്, ഇളക്കണ്ടാവിക്കും അല്ലേ? അത് 4-ാമത്തെ മാസം മുതലാണ്. 4-ാമത്തെ മാസം മുതലാണ് ഇളക്കണ്ടാവുന്നത്. അതായത് റൂഹ് വരുന്നതോട് കൂടിയിട്ടാണ് എന്ത് തുടങ്ങുന്നത്? കുട്ടി ഇളകാൻ തുടങ്ങുന്നത്. അങ്ങനെ ഈ ശരീരവും റൂഹും കൂടി ഒന്നിച്ച് ഈ ഭൂമിക്ക് വരികയാണ്. ശരീരത്തിന് എപ്പോഴും താല്പര്യം ഭൂമിയിലത്തെ വസ്തുക്കളോടാണ്. റൂഹിന് എപ്പോഴും താല്പര്യം ആകാശ ലോകവുമായിട്ടാണ്. ശരീരം ഭൂമിക്ക് തിരിച്ചു പോകാനുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ വന്നത് ആലമുൽ അർവായിൽ നിന്നാണ്. പിന്നെ ഉമ്മാന്റെ ഗർഭപാത്രത്തേക്ക് ഭൂമിയിൽ നിന്ന് വന്ന ഈ ഹാർഡ്വെയർക്ക് ഇൻസ്റ്റാൾ ചെയ്യാണ് ചെയ്യുന്നത്. ശരിക്കും റൂഹ് വേറെയാണ്, ശരീരം വേറെയാണ്. അതായത് എൻ്റെ പേര് അബ്ദുള്ളയാണെങ്കിൽ അബ്ദുള്ള വേറെയാണ്, അബ്ദുള്ളാന്റെ ശരീരം വേറെയാണ്. ഈ കണ്ണ് വേറെയാണ്, അബ്ദുള്ള വേറെയാണ്. ഈ കൈ വേറെയാണ്, അബ്ദുള്ള വേറെയാണ്. നമ്മൾ കുട്ടികളോട് കളിക്കുമ്പോൾ ചോദിക്കും, ഇന്നെ തൊടുമെന്ന് ചോദിക്കും. ചെറിയ കുട്ടികളായിട്ട് കളിക്കുമ്പോൾ. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? നമ്മൾ തലമ വന്ന് തൊടും. അപ്പോൾ പറയും തലയല്ല, എന്നെ തൊട്ടിട്ടില്ലല്ലോ പറയും. അപ്പോൾ പറയും എന്ത്? കാൽമപ്പ് തൊടും. അപ്പോൾ പറയും കാലല്ല, എന്നെ തൊട്ടിട്ടില്ലല്ലോ പറയും. ഇല്ലേ? സാധാരണ കളിക്കുന്നതാണ്. കാരണം നമ്മളെ തൊടാൻ കഴിയില്ല. ഞാനില്ല. ഞാൻ എന്ന് പറയുന്നത് റൂഹാണ്. ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അവൻ്റെ കണ്ണ് അവിടെ ഉണ്ടാവും, പക്ഷെ അവനക്ക് കാണാൻ പറ്റൂല. അവൻ്റെ നാവ് അവിടെ ഉണ്ടാവും, പക്ഷെ സംസാരിക്കാൻ പറ്റൂല. അവൻ്റെ ചെവി അവിടെ ഉണ്ടാവും, പക്ഷെ എന്താവില്ല? കേൾക്കാൻ സാധിക്കൂല. കാരണം എന്താണ്? റൂഹ് പോയതാണ്. സാധാരണ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ പഴയ കാലത്ത് പോയി ചത്തുപോയി എന്നറിയും. ചത്തല്ല പോയത്, സത്ത് പോയതാണ്. റൂഹ് പോയതാണ്. അപ്പോൾ റൂഹ് ആകാശ ലോകത്തിൽ നിന്ന് വന്നാണ്, അത് തിരിച്ച് ആകാശ ലോകത്തേക്ക് പോകാനുള്ളതാണ്. ശരീരം ഭൂമിയിൽ നിന്ന് വന്നാണ്, തിരിച്ച് ഭൂമിക്ക് പോകാനുള്ളതാണ്. പിന്നെ എന്താണ് നമ്മളിവിടെ വന്നതിൻ്റെ ലക്ഷ്യം? ഇവിടെ ഒരു പരീക്ഷണത്തിന് വേണ്ടി വിട്ടതാണ്. എത്ര കാലത്തേക്കാണ്? കുറഞ്ഞ കാലത്തേക്ക്. ഒരു ഗ്യാരണ്ടി ഇല്ല. എത്ര കാലത്തേക്കാണ് ആർക്കും അറിയില്ല. ഉപ്പാപ്പ ഉണ്ടാവുമ്പോൾ പേരക്കുട്ടി പോവും. വളരെ കുറഞ്ഞ കാലത്തേക്ക് ഒരു പരീക്ഷണത്തിന് വേണ്ടി വിട്ടാണ്. ഒരാൾ ജീപ്പ് അയച്ച് പോവാണ്. അപ്പോൾ ഒരു ആക്സിഡന്റ് ആകുമ്പോൾ പോലീസ് ജീപ്പിനാണോ കസ്റ്റഡി എടുക്കല്, അതോ ഡ്രൈവറാണോ കസ്റ്റഡി എടുക്കല്? ആരെടുക്കല്? ഡ്രൈവറെ പിടിക്കല് അല്ലേ? കേസിനൊക്കെ ആരെ കൊണ്ടുപോകും? ഡ്രൈവറെ കൊണ്ടുപോകും. എന്ന് പറഞ്ഞ പോലെ ഈ കണ്ണ് അള്ളാഹുവിൻ്റെ ആണ്. ഈ കണ്ണ് താൽക്കാലികമായിട്ട് തന്നതാണ്. പക്ഷെ കണ്ണിന്റെ നോട്ടം നാളെ ചെക്ക് ചെയ്യും. ഈ നാവ് അള്ളാഹുവിൻ്റെ ആണ്. ഈ നാവ് താൽക്കാലികമായിട്ട് തന്നാണ്. എന്തിനും വേണ്ടി? പരീക്ഷണത്തിനും വേണ്ടി. പക്ഷെ നാവിന്റെ സംസാരം നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നോട്ട് ചെയ്യും. ഈ കൈ അള്ളാഹുവിൻ്റെ ആണ്. ഈ കൈ താൽക്കാലികം തന്നാണ്. എത്ര കാലത്തേക്കാണ്? ഒന്നിങ്ങനെ നമ്മുടെ കൈയിന്റെ കഴിവ് ഇല്ലാതാക്കുന്നവരെ, അല്ലെങ്കിൽ കണ്ണിന്റെ കപ്പാസിറ്റി ഇല്ലാതാക്കുന്നവരെ. ഇത് ടെസ്റ്റിങ് നടക്കുകയാണ്. ഇവിടെ പരീക്ഷാ ഹാളാണ്.
ഈ താൽക്കാലികമായ ജീവിതത്തിൽ ആര് അള്ളാന്റെ ഹുക്കും അള്ളാന്റെ കൽപ്പനകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചെന്ന രീതി പൂർത്തീകരിക്കുന്നുണ്ടോ അവൻ വിജയിക്കും. ഇതാണ് വിജയത്തിന്റെയും പരാജയത്തിന്റെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ശരീരത്തിന് എപ്പോഴും താല്പര്യം ഭൂമിത്തെ വസ്തുക്കളോടാണ്. കളിക്കുക, രമിക്കുക, കുടിക്കുക, സുഖിക്കുക, ഇവിടെ ഇങ്ങനെ ജഗപോകാക്കണം, ഇവിടെ വലിയ വീട് വെക്കണം, ഇവിടെ വലിയ ഡിഗ്രികൾ എടുക്കണം, ഇവിടെ വലിയ ക്വാളിഫിക്കേഷൻ എടുക്കണം, ഇവിടെ 4 ആളുകൾ അറിയണം, ഇവിടെ ഇതിനെപ്പറ്റി എല്ലാവരും അറിയണം. ഇത് ശരീരത്തിലുള്ള ആഗ്രഹമാണ്. പക്ഷെ ഈ ആഗ്രഹം ഇവിടെ ദുനിയാവിൽ പൂർത്തീകരിക്കാൻ പറ്റൂല. ദുനിയാവിൽ ശരീരത്തിന്റെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. ആഗ്രഹങ്ങൾ മുഴുവൻ പൂർത്തീകരിക്കേണ്ട സ്ഥലം സ്വർഗ്ഗാണ്. ദുനിയാവിൽ ഒരാളെ ആഗ്രഹം പൂർത്തീകരിക്കാൻ പറ്റൂല. 50 കോടിന്റെ വീട് വെച്ച് അതിൽ 50 റൂമുണ്ട് എന്ന് കരുതിയിട്ട് ഈ ശരീരത്തെ 50 റൂമിൽ കിടത്താൻ പറ്റൂല. ഒരു ദിവസം ഒരു വീട്ടിൽ തന്നെ കിടക്കാൻ പറ്റുള്ളൂ. അതിൽ 50 ലക്ഷത്തിന്റെ ടോയ്ലറ്റാണ് എന്ന് കരുതി അരമണിക്കൂർ എക്സ്ട്രാ ഇരിക്കാനൊന്നും പറ്റൂല. പറ്റൂല. അപ്പോൾ ഈ ശരീരത്തിന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ ഇവിടെ നടക്കൂല. കാരണം ആഗ്രഹം പൂർത്തീകരിക്കുന്ന സ്ഥലം അത് ദുനിയാവല്ല. ഈ ദുനിയാവിലെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കേണ്ട സ്ഥലം സ്വർഗ്ഗാണ്. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കേണ്ട സ്ഥലം എന്താണ്? സ്വർഗ്ഗാണ്. അവിടെ എന്താണോ ആഗ്രഹിക്കുന്നത് മുഴുവൻ കിട്ടും. അവിടെ വേറെ രോഗങ്ങളില്ല, പ്രശ്നങ്ങളില്ല, പ്രയാസങ്ങളില്ല, ബുദ്ധിമുട്ടുകളില്ല, ഒന്നുമില്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ 3 ഓഫറാണ്. മരിച്ചു കഴിഞ്ഞാൽ 3 ഓഫറാണ് ഒരു മനുഷ്യനുള്ളത്. ഒന്നാമത്തെ ഓഫർ ഒരിക്കലും മരിക്കൂല എന്നുള്ളതാണ്. ഒന്നാമത്തെ ഓഫർ എന്താണ്? ഒരിക്കലും മരിക്കില്ല എന്നുള്ളതാണ്. ദുനിയാവിൽ എന്തായാലും മരിക്കും. എത്ര വലിയവനാലും മരിക്കും. എന്ത് തന്നെ ഇവിടെ ചെയ്താലും മരിക്കും. ഏത് ജിമ്മിന് പോയാലും, എങ്ങനെ ചെയ്താലും, ഏത് ചെക്കപ്പ് ചെയ്താലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സമയം അടുത്ത് കഴിഞ്ഞാൽ അടിച്ചു പോവും. ഓ മരണപ്പെട്ടു പോവും. രണ്ടാമത്തെ ഒരിക്കലും രോഗം വരില്ല എന്നുള്ളതാണ്. നാളെ മരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും രോഗം ഉണ്ടാവില്ല. ഇവിടെ എന്തായാലും എന്തുണ്ടാവും? രോഗിയാവും. മൂന്നാമത്തെ ഒരിക്കലും വയസ്സനാവില്ല. നാളെ സ്വർഗത്തിന് 33 വയസ്സാണ്. ഇവിടെ എന്തായാലും നമ്മോട് ചോദിക്കാതെ നിരക്കാൻ തുടങ്ങും. നമ്മളെ കണ്ണിന്റെ കപ്പാസിറ്റി നമ്മോട് ചോദിക്കാതെ എടുക്കാൻ തുടങ്ങും. നമ്മുടെ സംസാരിക്കാനുള്ള കഴിവിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കാതെ എടുക്കാൻ തുടങ്ങും. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും പൂർത്തീകരിക്കാൻ പറ്റില്ല ഈ ദുനിയാവിൽ. പിന്നെ എന്തേ പറ്റുള്ളൂ? ഈ ഭൂമിയിലെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന സ്ഥലമാണ് ഭൂമി. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന സ്ഥലം സ്വർഗ്ഗാണ്. ഇന്ന് മനുഷ്യൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇവിടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ പറ്റുന്നു. കഴിയില്ല. +2 കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞാൽ MBA BBA അതിങ്ങനെ പോവും. അപ്പോഴത്തേനും അവനക്ക് 28-30 വയസ്സാവും. പിന്നെ അവനക്ക് കല്യാണം കഴിക്കുമ്പോൾ ആകെ 60-70 വർഷമേ ഉള്ളൂ. അവൻ പഠിക്കാനാണ് ഈ ദുനിയാവിന്റെ ഒരു നക്കാപ്പിച്ച ഒരു സർട്ടിഫിക്കറ്റിനാണ് അവന്റെ ജീവിതത്തിന്റെ പകുതി കൊടുത്തിട്ടുണ്ടാവും. ആകെ 60 വർഷം 70 വർഷമേ ഉള്ളൂ. അദ്ദേഹം 40-45 കഴിഞ്ഞ് ഏകദേശം കഴിഞ്ഞ് പല കപ്പാസിറ്റിയൊക്കെ തീർന്നിട്ടുണ്ടാവും. അവിടെ ഇവിടേക്ക് ഇങ്ങനെ പഴയ അംബാസിഡർക്കാരുണ്ടല്ലോ, എത്ര നന്നാക്കിയാലും നന്നാവില്ല പറഞ്ഞ പോലെ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അവിടെ ആ പ്രശ്നം ഈ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ഈ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള സ്വർഗത്തേക്ക് നമ്മൾ തയ്യാറായുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്താണ്? ഇവിടെ ആകെ മനുഷ്യന് 5 ആവശ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ആവശ്യങ്ങളൊന്നുമില്ല. നമ്മളെ വഞ്ചിച്ചിക്കാണ്. നമ്മോട് പറഞ്ഞേക്കാണ് ഇവിടെ കുറേ പ്രശ്നങ്ങളുണ്ട് പറഞ്ഞേക്കാണ്. ആകെ 5 ആവശ്യങ്ങളേ ഉള്ളൂ. ഇത് ആദം നബി അലൈഹിസ്സലാം മുതൽ ഇനി ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വരെയും റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മനുഷ്യർക്കും ആകെ 5 ആവശ്യങ്ങളേ ഉള്ളൂ. എല്ലാ മനുഷ്യർക്കും 5 ആവശ്യങ്ങളേ ഉള്ളൂ. ഒന്നെന്താണ്? ഒന്ന് ഭക്ഷണം വേണം. പിന്നെന്ത് വേണം? വസ്ത്രം വേണം. പിന്നെ എന്ത് വേണം? പാർപ്പിടം വേണം. പിന്നെന്ത് വേണം? കല്യാണം വേണം. പിന്നെന്താണ്? മക്കള്. വേറെ എന്തെങ്കിലും ഉണ്ടാ? ഒന്നുമില്ല. അതുകൊണ്ട് ഈ 5 ആവശ്യങ്ങളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന രീതിയിൽ അവൻ പൂർത്തീകരിക്കുകയാണെങ്കിൽ അവനക്ക് ദുനിയാവിലെ റാഹത്ത്, സന്തോഷം ഉണ്ടാവും. ആഖിറത്തിന് അവന്റെ ആഗ്രഹങ്ങൾ മുഴുവൻ പൂർത്തീകരിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മളെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അടിച്ചു കയറ്റിക്കൊള്ളണം. നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള സ്ഥലമാണ് ഭൂമി. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റിയ സ്ഥലമാണ് സ്വർഗം. ആഗ്രഹം പൂർത്തീകരിക്കാൻ പറ്റിയ സ്ഥലമല്ല ഭൂമി. ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റിയ സ്ഥലമല്ല എവിടെ? സ്വർഗം. അവിടെ ആവശ്യങ്ങൾ ഉണ്ടാവില്ല, അവിടെ ആഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാത്ത സ്ഥലമാണ് നരകം. ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാത്ത സ്ഥലമാണിത് നരകം. അവിടെ തീയായിരിക്കും. തീ ഒഴിവാക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും, അത്യാവശ്യമാണ് കാര്യം, പക്ഷെ നടക്കൂല. അവിടെ നമുക്ക് ദാഹിക്കും, തണുത്ത വെള്ളം നമുക്ക് ആവശ്യമായിരിക്കും, പക്ഷെ വെള്ളം കിട്ടൂല.
അതുകൊണ്ട് ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാത്ത സ്ഥലം അത് നരകാണ്. ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുന്ന സ്ഥലം ഭൂമിയാണ്. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുന്ന സ്ഥലം സ്വർഗ്ഗമാണ്. ആ സ്വർഗത്തേക്ക് നമ്മൾ പോകേണ്ടത്. അതുകൊണ്ട് ഈ റൂഹിനെ നമ്മൾ കൊണ്ടുപോയി അങ്ങോട്ടാണ് എത്തിക്കേണ്ടത്. ഇന്ന് സുബൈക്ക് നമുക്ക് എണീക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ശരീരമാണ് പറയുന്നത് നമ്മോട് എന്ത് കുറച്ചും കൂടി കിടന്നോന്ന് അല്ലേ? ആർക്കെങ്കിലും ആഗ്രഹം ഇല്ലാത്തുണ്ടോ? സുബൈക്ക് പള്ളിക്ക് പോകുന്ന ആഗ്രഹം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടാ? പക്ഷെ ശരീരം എന്ത് ചെയ്യാണ്? ശരീരം പറയുകയാണെങ്കിൽ കുറച്ചും കൂടി കയറുന്നോ, കുറച്ചും കൂടി. കാരണം എന്താണ്? ഈ ഹൃദയത്തിൻ്റെ ഉള്ളിക്ക് കെലിമത്തിനില്ല, അള്ളാഹുവിലുള്ള വിശ്വാസത്തിനില്ല. കാരണം ഈ ശരീരവും ഈ റൂഹും തമ്മിൽ ഫൈറ്റ് നടക്കുകയാണ്, അടി നടക്കുകയാണ്. അതുകൊണ്ട് ഈ റൂഹിൻ്റെ ഉള്ളിക്ക് ഈ കെലിമ എത്തണം. ഏതാണ് കെലിമ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതായത് അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ എല്ലാ കാര്യങ്ങളും നടക്കൂ എന്ന യക്കീന് ഹൃദയത്തിനുള്ളിലേക്ക് ഇറങ്ങണം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയത്തിനുള്ളിലേക്ക് ഇറങ്ങിയാൽ അവൻ്റെ പുറം ജീവിതം എന്ത് വരും? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ പുറം ജീവിതത്തിൽ വരും. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ തന്നെ നിഷേധമാണ്. ലാ എന്ന് പറഞ്ഞാൽ നിഷേധിക്കലാണ്. എല്ലായിട്ടും നിഷേധിക്കുക. നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നതും കാണാത്തതുമായ എല്ലാ വസ്തുക്കളെയും നമ്മൾ നിഷേധിക്കണം. എല്ലാ വസ്തുക്കളെയും നിഷേധിക്കണം. നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന സമ്പത്ത്, വിദ്യാഭ്യാസം, അധികാരങ്ങള്, പിന്നെ എന്തെല്ലാം ഉണ്ടോ എല്ലാം നിഷേധിക്കണം. മലക്കുകള്, ജിന്നുകള്, എന്താ പറയാ, എല്ലാറ്റും നിഷേധിക്കണം. എന്നിട്ട് എന്താണ്? ഇല്ലല്ലാഹ്, അള്ളാഹ് മാത്രം ഹൃദയത്തിൽ ഇറങ്ങണം. ഈ കണ്ണുകൊണ്ട് കാണുന്ന ഒരു വസ്തുവിന് ഒരു ഉപകാരമോ ഉപദ്രവമോ ഉണ്ടാക്കാൻ കഴിയില്ല. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു അല്ലാത്ത ഒന്നിനെ കൊണ്ട് ഒരു കാര്യം നടക്കൂല. അള്ളാഹിനെ കൊണ്ട് മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ. നമ്മളെ ഗൾഫ് കൊണ്ട് കാര്യം നടക്കൂല, നമ്മളെ സമ്പത്ത് കൊണ്ട് കാര്യം നടക്കൂല, വിദ്യാഭ്യാസം കൊണ്ട് കാര്യങ്ങൾ നടക്കൂല, അധികാരങ്ങൾ കാര്യം നടക്കൂല. നമ്മൾ മൂത്തമേവ ആൺകുട്ടികളാണ് എന്നതിൻ്റെ പേരിൽ വിജയമില്ല, മൂത്തമേവ പെൺകുട്ടികളാണ് എന്നതിൻ്റെ പേരിൽ പരാജയമില്ല. ഒന്നിനെ കൊണ്ട് വിജയമോ പരാജയമോ ഇല്ല. അള്ളാഹു എന്താണോ തീരുമാനിക്കുന്നത് അത് മാത്രമേ നടക്കുള്ളൂ എന്നുള്ള യക്കീൻ നമ്മളെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ്റെ ഹൃദയത്തേക്ക് ഇറങ്ങിയാൽ അവൻ്റെ പുറം ജീവിതം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച രീതിയിൽ ജീവിതം ഉണ്ടാവും. ഒരാൾ യാത്ര ചെയ്യാണ്, തൊട്ടടുത്ത സ്ഥലത്തേക്കാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ആ കോഴിക്കോട്ടേക്ക് പോവാണ്. ഈ കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ വേണം, ഈ ബസ്സിന് കോഴിക്കോട് എത്തിക്കാനുള്ള കഴിവില്ല, ആ ഡീസലിനെ അതിന് ചലിപ്പിക്കാനുള്ള കഴിവില്ല. അള്ളാഹിന്റെ ഹുക്കും പ്രകാരമാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കോഴിക്കോട്ടേക്ക് എത്തിക്കുന്നവൻ അള്ളാഹുവാണ്. ലാ ഇലാഹ, ഈ ബസ്സിനെ കൊണ്ടൊന്നും നടക്കൂല. അള്ളാഹു വിചാരിച്ചാൽ മാത്രമേ കോഴിക്കോട് എത്തുള്ളൂ. പിന്നെന്താണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ യാത്ര ചെയ്തത് അങ്ങനെ യാത്ര ചെയ്യണം. എങ്ങനെയാണ് യാത്ര ചെയ്ത്? സുബ്ഹാനല്ലദീ സഖറനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. എന്താണ് അള്ളാഹിന്റെ ഹുക്കും? അള്ളാഹു എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കാൻ പറഞ്ഞത്? എങ്ങനെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നെ? അങ്ങനെ ചെയ്യണം. വെള്ളത്തിന് ദാഹം തീർക്കാനുള്ള കഴിവില്ല. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ എന്ത് ചെയ്യണം? അള്ളാഹിന്റെ ഹുക്കുമുണ്ടെങ്കിൽ ഇത് ദാഹം തീർക്കാനുള്ള കഴിവുള്ളൂ. പക്ഷെ വെള്ളം കുടിക്കുമ്പോൾ എങ്ങനെ കുടിക്കണം? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചെന്ന രീതിയിൽ. ഗൾഫ് പോയി എന്നതിന് പേരിൽ സമ്പത്ത് കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷെ ഗൾഫ് പോകുന്നത് എങ്ങനെ പോകണം? ഗൾഫ് പോയിച്ചിട്ട് വിജയവുമില്ല, ഗൾഫ് പോയില്ല എന്നതിന്റെ പേരിൽ പരാജയമില്ല. പക്ഷെ ഒരാൾ ഗൾഫ് പോകാനെങ്കിൽ എങ്ങനെ പോകണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചെന്ന രീതിയിൽ പോകണം. ഇത് ഉണ്ട് എന്നുള്ളതിന്റെ അടയാളാണ് 5 നേരത്തെ നമസ്കാരം. ഇത് ഉണ്ട് എന്നുള്ള ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഉണ്ട്, ഹൃദയത്തിനുള്ളിൽ ഉണ്ട് എന്നുള്ളൊരു തെളിവാണ് 5 നേരത്തെ നിസ്കാരം. ഹദീസിന്റെ ആശയത്തിൽ വരുന്നുണ്ട്, ഒരാൾ 5 നേരം പള്ളിക്ക് പോകുന്നവൻ അവന് ഈമാനുള്ളവരെ കൂട്ടത്തിൽ എഴുതിക്കോളിന്ന്. ഒരാൾ 5 നേരം പള്ളിക്ക് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ അവന് ഈമാനുള്ള കൂട്ടത്തിൽ എഴുതിക്കോളിന്ന്. 5 നേരത്തെ നിസ്കാരം. നാളെ ആഖിറത്തിൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന നമസ്കാരത്തെക്കുറിച്ചാണ്. നമസ്കാരം ഓക്കെ ആണെങ്കിൽ ബാക്കി മുഴുവൻ ടെസ്റ്റ് നോക്കുള്ളൂ. റെക്കമെൻഡ് ഒരാൾക്ക് SSLCക്ക് മാർക്കുണ്ട്, മിനിമം ഏങ്കിലും കിട്ടണ്ടേ. എന്നിട്ടല്ലേ റെക്കമെൻഡേഷൻ നടക്കുള്ളൂ. ഇപ്പൊ മന്ത്രി ഉണ്ട്, അല്ലെങ്കിൽ മുന്ന MP ഉണ്ട്, ML ഉണ്ട്, ഒക്കെ കയ്യിലുണ്ട്. പക്ഷെ കുട്ടിക്ക് Dയും Cയും ഒക്കെയാണ്. റെക്കമെൻഡ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് നിസ്കാരം 5 നേരം ഉണ്ടെങ്കിലേ ബാക്കിയുള്ള അമലും ഇവ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് നാളെ ആഖിറത്തിൽ ഏറ്റവും ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് എന്താണ്? നമസ്കാരത്തെ കുറിച്ചാണ്. ഒരാള് 5 നേരത്തെ നമസ്കാരം യഥാർത്ഥമായ രീതിയിൽ നിർവഹിക്കാനെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ 5 രീതിയിൽ ബഹുമാനിക്കും. ഒന്നാമത്തെ ഓഫർ അവന്റെ ജീവിത പ്രയാസം ഇല്ലാതാക്കി തീർക്കുന്നു. അതായത് അവന്റെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവും.
ജീവിതത്തിൽ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അവന്റെ കാര്യങ്ങൾ മുഴുവൻ അള്ളാഹു പൂർത്തീകരിക്കും. എങ്ങനെ ചോദിക്കാൻ പാടില്ല. അവന്റെ പോക്കറ്റിലൊന്നും ഉണ്ടാവില്ല, അവന്റെ ബാക്കിയുള്ളതിലൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവന്റെ കാര്യങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ചിട്ടുണ്ടാവും. ചില വലിയ സമ്പത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, വലിയ സമ്പത്തൊക്കെ ഉണ്ട്, പക്ഷെ അവന്റെ ആവശ്യങ്ങളൊന്നും പൂർത്തീകരിച്ചിട്ടുണ്ടാവും.